100% ഇങ്ങനെ പ്രതിയാക്കപ്പെടുന്ന ആളുകൾ ഒളിവിൽ പോയാൽ അതിന്റെ അർത്ഥം അവരൊരു മുൻകൂർ ജാമ്യത്തിന് ജില്ലാ കോടതിയിലോ ഹൈക്കോടതിയിലോ സമീപിക്കാനായിരിക്കും എന്നതായിരിക്കും അതിന്റെ സാഹചര്യം. അപ്പൊ ഈ കേസിൽ ഇപ്പൊ ഞാൻ നിങ്ങളുടെ വാർത്ത കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കൊന്ന് റിട്ടയർഡ് ജഡ്ജ്, റിട്ടയർഡ് ആയിട്ടുള്ള ഒരു SP അദ്ദേഹമാണ് അത് സംസാരിച്ചുകൊണ്ടിരുന്നത്. പോലീസ് സേനയെ കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ ആരോപിക്കുന്നതെന്നും തോന്നുന്നു. അപ്പം ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ 2 ആരോപണങ്ങളാണ് വരുന്നത്. ഒരു കേസും കൗണ്ടറുമാണ് വരുന്നത്. ആ കേസിനകത്ത് കൗണ്ടറിൽ ആദ്യം ഉണ്ടായിരുന്നത് ഈ പണം ഞങ്ങളുടെ അക്കൗണ്ടിൽ സ്വീകരിച്ചു എന്നുള്ളത് അഡ്മിറ്റ് ചെയ്യണം അവര്. ആ പണം അതിനുശേഷം എടുത്ത് അവർക്ക് തന്നെ കൊടുത്തു എന്നുള്ളതായിരുന്നു അവരുടെ കൗണ്ടർ കേസ് എന്ന് പറയുന്നത്. പിന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതായിരിക്കും. ഇത് സ്വാഭാവികമായ ഒരു അന്വേഷണം വേണ്ട ഒരു കാര്യമാണ്. ബാങ്ക് ഡീറ്റെയിൽസ് മാത്രം നോക്കിയാൽ മനസ്സിലാവത്തില്ല. ബാങ്ക് ഡീറ്റെയിൽസിൽ നിന്ന് പണം പിൻവലിച്ച് ആർക്ക് കൊടുത്തു എന്ന് അറിയാൻ കഴിയില്ലല്ലോ. ഇപ്പൊ ഫലത്തിൽ അവർ അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞു അവർ പണം വാങ്ങിച്ചു എന്നുള്ളത്. ആ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഇതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പോലീസ് യഥാർത്ഥത്തിൽ അവരെ വിളിപ്പിച്ചത്. അപ്പോഴേക്കും അവർക്ക് അവന്റെ അപകടം മനസ്സിലായി. ആ അപകടം മനസ്സിലായപ്പോഴാണ് അവരിവിടുന്ന് മുങ്ങിയത് എന്നുള്ളതായിരിക്കും അതിന്റെ സത്യം. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ഒരു ഹൈലി ഒരു ഡിഫമേഷന്റെ സ്കോപ്പുള്ള ഒരു കേസാണ് യഥാർത്ഥത്തിൽ കൃഷ്ണകുമാറിന്റെയും ഫാമിലിക്കും സംഭവിച്ചേക്കുന്നത്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ബിസിനസ് ആയിരിക്കാം, ആ പെൺകുട്ടിയുടെ ബിസിനസ് ആയിരിക്കാം ഇത്. അവരുടെ ജോലി കൊടുത്തിരുന്ന ആളുകൾ, ജോലിക്ക് നിന്ന ആളുകൾ അവരെ യഥാർത്ഥത്തിൽ കൃത്യമായി ചീറ്റ് ചെയ്യുകയാണെന്ന് പ്രഥമ ദൃഷ്ടിയ തന്നെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രഥമ ദൃഷ്ടിയ മനസ്സിലാക്കുന്ന ഈ ചീറ്റിംഗ് കേസിൽ അവർക്കുണ്ടായ ഒരു മാനനഷ്ടമുണ്ട് ഇതിനകത്ത്. ഈ സമൂഹ മധ്യത്തിൽ എത്ര തവണയാണ് അവർ അപമാനിതരായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ആ സമൂഹ മാധ്യമങ്ങളൊക്കെ എടുത്ത് നോക്കണം. ഇവരുടെ വീഡിയോയും ഇവരുടെ ഓരോ ഫോട്ടോസും ഒക്കെ ഇട്ട് ഓരോരുത്തരുടെ കമന്റും ഒക്കെ വളരെ മോശമായിട്ടാണ് നമ്മുടെ നാട്ടിൽ പോകുന്നത്. ഈ സാഹചര്യം വളരെ മോശമാണ്. അവർക്കൊരു ക്രിമിനൽ കംപ്ലൈന്റ് ഇവർക്കെതിരെ കൊടുക്കാം. യഥാർത്ഥത്തിൽ ഇതൊരു ഫാൾസ് അക്യൂസേഷൻ ആണ്. അതൊരു ഹാംഡ് ആണ് അവരുടെ റെപ്യൂട്ടേഷൻ ഇൻ സൊസൈറ്റി. ഇവർക്കത് ഹാംഡ് ആയി മാറുമ്പോൾ അവർക്ക് എന്തായാലും ക്രിമിനൽ കേസ് കൊടുക്കാൻ പറ്റും. അവരങ്ങനെ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കുറ്റാരോപിതർ, അതായത് കുറ്റം ആരോപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ ജയിച്ചു പോകാം, അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പ് ജയിച്ചു പോകാം, പോലീസുകളുടെ മുമ്പ് ജയിച്ചു പോകാൻ പറ്റും എന്നുള്ള ധാരണ ഈ ഇടയിലായി നമ്മുടെ നാട്ടിലുണ്ട്. അതിനെതിരെയുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്, അതിനെതിരെ നിൽക്കേണ്ട അവസ്ഥ തന്നെയാണ് ഇപ്പോഴുള്ളത്. അപ്പം എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, അവർക്ക് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകുന്നത് എങ്ങനെയായിരിക്കും? അപ്പം യഥാർത്ഥത്തിൽ പ്രതികളെ സംബന്ധിച്ചിടത്തോളം അവർ മുൻകൂർ ജാമ്യത്തിന് പോകും. മുൻകൂർ ജാമ്യത്തിന് പോകുമ്പോൾ കൃഷ്ണകുമാറിന്റെ അഡ്വക്കേറ്റിനും കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ അഡ്വക്കേറ്റിനും അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ആ ബെയിൽ ആപ്ലിക്കേഷനെ ഒപ്പോസ് ചെയ്യാൻ പറ്റും. അവരുടെ ഗ്രീവിയൻസ് കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റും. ജാമ്യം നിഷേധിക്കാൻ വേണ്ടിയുള്ള വാദം അവർക്കും നടത്താൻ കഴിയും. നിലവിലിപ്പോൾ ഈ തെളിവുകളൊക്കെ ലഭ്യമാകുമല്ലോ. ഇതിപ്പോൾ ബാങ്കിന്റെ ആയാലും CCTV ആയാലും ഇവർ പറയുന്നതൊന്നും അങ്ങനെ അല്ല എന്ന രീതിയിലുള്ള തെളിവുകളൊക്കെ ലഭ്യമാകുമല്ലോ എളുപ്പം തന്നെ. അപ്പോൾ പിന്നെ ഒരു ജാമ്യ ഹർജി നൽകുമ്പോൾ അവർക്ക് ജാമ്യം കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ടോ? അതായത് ഇതൊക്കെ ഇലക്ട്രോണിക് എവിഡൻസ് ആണ് ഇപ്പോൾ അവർ ഹാജരാക്കാൻ കഴിയുന്നത്. ഉദാഹരണത്തിന് അവരുടെ GPay വഴി അവർ സ്വീകരിച്ചിരിക്കുന്ന പണം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും പോയിരിക്കുന്നത്. ആ പണം എങ്ങനെ പിൻവലിച്ചു? അത് കൃഷ്ണകുമാർ പലപ്പോഴും എനിക്ക് തോന്നുന്നു പത്രസമ്മേളനത്തിലൊക്കെ പറഞ്ഞതാണ്. അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആ പണം എങ്ങോട്ട് പോയി എന്ന് മാത്രം പരിശോധിച്ചാൽ തീരാവുന്നൊരു കാര്യമുള്ളതെന്നാണ് പറഞ്ഞത്. ശരിയാണത്. ഈ പണം അവർ ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ടോ, അന്നന്ന് ദിവസങ്ങളിൽ തിരിച്ച് പൈസ എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഈ പൈസ തിരിച്ചെടുത്തോ, അല്ലെങ്കിൽ ഈ പൈസ അവരുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെയോ അല്ലെങ്കിൽ മൂന്നാമതൊരാളുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്കോ ഇത് പോയോ, ഇത് മാത്രം പരിശോധിച്ചാൽ മതി ബാങ്കിന്, പോലീസിന്. അപ്പൊ പോലീസ് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കരുതുന്നത്. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായ പരിപാടി അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 6-8 മാസം കൊണ്ട് 69 ലക്ഷം രൂപയോളം വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചിലപ്പോൾ ഈ 200, 300, 600 അല്ലെങ്കിൽ മീൻസ് ആ ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ ഇച്ചിരി വലിയ എമൗണ്ട് വെച്ച് ഒരു വലിയ എൻട്രി തന്നെ ഉണ്ടാവും. ഒരു മാസം തന്നെ ഏകദേശം ചിലപ്പോൾ 1000-ഓളം എൻട്രികൾ കാണും. ഇത് മുഴുവനും പരിശോധിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ പോലീസിന് ഇതിന് കൃത്യമായൊരു നടപടി എടുക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ള അവസ്ഥ. അപ്പൊ നമ്മൾ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടോ ചെയ്യാൻ പറ്റുന്ന ഒരു പണിയല്ലായിരിക്കും ഇത്. അവർ ഇങ്ങനെ ജാമ്യാപേക്ഷയിലേക്ക് മുന്നോട്ട് പോയാൽ കൃത്യമായ ഇലക്ട്രോണിക് എവിഡൻസ് വെച്ച് കൃത്യമായി ചീറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ പോലീസിന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് ഇൻട്രോഗേഷൻ ആവശ്യമുണ്ടെന്ന് കോടതിക്ക് തോന്നിയാൽ ഉറപ്പായിട്ടും ജാമ്യം നിഷേധിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.